ഇത്രയും നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതല്ലേ, നമുക്ക് വേണ്ടി ഒരു ലൈക്ക് സബ്സ്ക്രൈബ് എങ്കിലും ചെയ്യാൻ പാടില്ല. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂരിലേക്ക് ചേച്ചിക്ക് എക്സാമിന് വേണ്ടി പോകുന്നതാണ്. അപ്പം ഞങ്ങളുടെ റെഡിയായിട്ട് നിൽക്കുകയാണ്, എല്ലാവരും റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക, ഞാനും എൻ്റെ ഫാമിലിയും പിന്നെ മാമനും പിന്നെ എൻ്റെ അനിയനുമാണ് വരുന്നത്. ഞങ്ങൾക്ക് 10:10 ട്രെയിന്. അപ്പം ഞങ്ങളുടെ ഇപ്പോൾ 8 മണിയായിട്ടുണ്ട്. ഒരു 8:15 ആകുമ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങും കേട്ടോ. ഇതൊക്കെ കഴിച്ച് ധൃതിക്ക് ഇനി പല്ലേക്കണം. കുറേ തിരക്കുണ്ട്, ഇപ്പോൾ തന്നെ സമയം വൈകി. കുറച്ചും കൂടി കാര്യങ്ങൾ എടുത്തു വെക്കാനൊക്കെ ഉണ്ട്, കുറേ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാനായിട്ട്. അപ്പം നമ്മളിവിടെ വന്നപ്പോൾ ഏകദേശം 9 ആയിട്ടുണ്ടായിരുന്നേ. വെള്ളം നിറഞ്ഞാവും നിന്റെ കത്രിയില്ലേ അപ്പം നമ്മൾ ഏകദേശം ഒരു 10 മണിയൊക്കെ ആയപ്പോൾ ട്രെയിൻ വന്നായിരുന്നു. 9:00 ആയപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയായിരുന്നു. നമ്മളിപ്പോ ബാംഗ്ലൂര് പോവാട്ടോ. നമ്മള് കിടക്കാൻ പോവാ. അപ്പറ് എന്റെ അച്ഛൻ ഇവിടെ ഉണ്ട്, സുനിമാമൻ ഇവിടെ ഉണ്ട്, ദേവക്കച്ചി ഇവിടെ ഉണ്ട്, ഈശാനിയക്കച്ചി വീഡിയോ എടുക്കുന്നുണ്ട് സൈഡില. അപ്പുറത്തെ സീറ്റ് മുറയും കാണോ. നാളെ രാവിലെ ബാംഗ്ലൂരിൽ വെച്ചുക. അയ്യോ നേരം ഞാനത് അറിഞ്ഞില്ല. വീഡിയോ എടുക്കുക. നന്ദു എവിടെ വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. കാപ്പി കുടിക്കാന്ന് പറഞ്ഞു. കാപ്പി കുടിക്കുക. അവിടെയൊക്കെ നല്ല പാറകളുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഏകദേശം ഞാൻ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ എണീറ്റു. എല്ലാവരും കൂടെ 6 മണിയൊക്കെ ആയിട്ട് എണീറ്റ് റെഡി ആയിട്ട് വെള്ളക്കെ തേച്ച് നിൽക്കുവാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഒന്നും കഴിച്ചില്ല, ജസ്റ്റ് ബിസ്ക്കറ്റൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇനിയിപ്പം ഇപ്പം ഏകദേശം ഒരു എത്ര മണിയായി, ഒരു 9:20 ആയിട്ടുണ്ട്. 10 മണിയാകുമ്പോൾ അവിടെ എത്തും. പിന്നെ പോയിട്ട് ജസ്റ്റ് ഒന്ന് റെഡി ആയിട്ടൊക്കെ നിൽക്കണം, ഇറങ്ങാൻ പോവുകയാണെങ്കിൽ. ഏകദേശം ദേവട്ടിക്ക് അവിടെ നിൽപ്പുണ്ട് കേട്ടോ. ട്രെയിൻ അവിടെ വരുമോ?
അല്ല അതിന് വെള്ളത്തിലുണ്ടായിരുന്നില്ല. തിരക്കാണല്ലോ. ഇതൊക്കെ റെഡിയാക്കി ബുക്ക് ചെയ്യാൻ ഹലോ ഗൈസ്, നമ്മളിപ്പോ ഒരു AC റൂമിലാണ്. നല്ല ബെഡൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ബെഡ്. നമ്മുടെ റൂം സെറ്റാണ്. അപ്പൊ ഞങ്ങൾ ഇവിടെ കിടക്കും. ഗേൾസ് അപ്പുറത്ത് ആണ്. അപ്പൊ ബാക്കി നമുക്ക് റോഡ് ട്രിപ്സ് ഒക്കെ കാണാം. ഓക്കെ ബൈ. ഫുഡ് കഴിക്കാൻ പോവാ. ഫുഡ് കഴിക്കാൻ പോകുമ്പോ ഫുഡ് കഴിക്കുന്നത് കൊതിപ്പിക്കാട്ടാ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 9:45 ആയപ്പോൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ട്രെയിനിൽ നിന്ന് ഇറങ്ങി നമ്മൾ അവിടെ നിന്ന് ഇപ്പം റൂമൊക്കെ എടുത്തു വന്നപ്പോൾ ഏകദേശം ഒരു 2 മണിയുണ്ട് കറക്റ്റ്. കുറേ റൂംസൊക്കെ നോക്കിയിട്ട് അവസാനം ഒരു റൂം എടുത്തു. 12 മണിയായി. സോ ഇനി ഫുഡ് കഴിക്കാനായിട്ട് പോകണം. ഗൈസ്, നമ്മളിപ്പോ ഹോട്ടലിലാണ് കേട്ടോ. ഓ, ഉടുപ്പി ഹോട്ടലാണ്. വെജാണ്. ഞാൻ വിചാരിച്ച് നോൺ വെജൊക്കെ ഉണ്ടാവുന്നു, പക്ഷെ വെജാണ്. എന്ത് ചെയ്യാനാ, രാത്രി നോൺ വെജാണ്. അത് ഉറപ്പാണെങ്കിൽ നോൺ വെജാണ്. അപ്പം നമ്മൾ ഇപ്പം ഇവിടുന്ന് എന്താ കഴിക്കണമെന്ന് ഇവ വരും. ഓർഡർ അല്ലേ? ആ ഓർഡർ ഒടിക്കാം ഓർഡർ ടേസ്റ്റ് ഉണ്ടായില്ല. അത് വിശദീകരിക്കുകയാണ്. ഹലോ ഗൈസ്, ഇതാണ് നമ്മുടെ നെയ് റോസ്റ്റ്. കാണുമ്പോൾ തന്നെ സമൂസ വരെയൊക്കെ ഇരിക്കുന്നുണ്ട്. നല്ല രസമുണ്ട്. നല്ല സ്റ്റൈലിലാണ് വെച്ചേക്കണം. നമുക്ക് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റുള്ള സാമ്പാറുണ്ടോ? സാമ്പാർ അങ്ങനെയാണെന്നൊരു സംശയം ഉണ്ട്. എന്നിട്ട് എങ്ങനെ ഉണ്ടെന്നോ അപ്പം ഇപ്പം ഏകദേശം ഒരു 2:04 ആയിട്ടുണ്ട്. നമ്മൾ ഇനി അടുത്തത് പോകാനായിട്ട് പോകുന്നത് ഒന്ന് ഫ്രഷപ്പൊക്കെ ആയിട്ട് നിൽക്കാം. ഓക്കെ, അപ്പം നമ്മൾ അങ്ങോട്ട് വരാൻ നമ്മൾ അവിടെ നിന്ന് സ്റ്റാറിങ് വരെ 8 പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ.
നിക്ക് നടക്കുന്ന സമയത്ത് എവിടെ എല്ലാവർക്കും ഞാനിപ്പോ ഇവിടെ വന്നിട്ടുണ്ട് ഹോട്ടൽ എന്തോ ഒരു ഹോട്ടൽ വെജ് നോൺ വെജും ഇരിക്കണ ആൾക്ക് നോൺ വെജ് ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മൾ രാവിലെ ഫസ്റ്റ് ഉടുപ്പി ഹോട്ടലിൽ പോയി ഇപ്പൊ എന്തായാലും ഞാൻ എൻ്റെ ഇഷ്ടത്തിന് നോൺ വെജ് ഹോട്ടലിൽ വന്ന് ഞാനും അച്ഛയും ഒരു രണ്ട് കബാബാണ് ഓർഡർ ചെയ്തത്. പിന്നെ പൊറോട്ടയും. ഇത് മഷ്റൂം ഫ്രൈഡ് റൈസ് തന്നെ. ഇതാ അവിടെ ഇരിക്കണത് എന്തിനാ ഓർഡർ ചെയ്യാൻ എനിക്ക് മനസ്സിലാവില്ല. ഞാൻ ചോദിച്ചത് അവിടെ ഇങ്ങനെ ആൾക്കാരി ഓർഡർ ചെയ്തിട്ടില്ല. ഹായ് ഗായ്സ്, പൊറോട്ട ആൻഡ് ഗ്രേവി. കബാബ് നമ്മുടെ വലിയ ഉള്ളൂ കേട്ടോ. ഇവിടെ മഷ്റൂം പൊറോട്ടയൊക്കെ കണ്ണിയായ ടേസ്റ്റ് ആണ് കേട്ടോ. എങ്ങനെയുണ്ട്? അല്ല ഞാൻ കുറച്ച് വരട്ടെ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 9 മണിക്ക് നമ്മളിപ്പം ഫുഡൊക്കെ കഴിച്ച് റൂമിൽ വന്ന് ഇപ്പം ഫ്രഷപ്പൊക്കെ ഇടിഞ്ഞ് കിടക്കാനായിട്ട് പ്ലാൻ ചെയ്യാണ്. ഇനി ഇതാണ് അച്ഛൻ. ഓക്കെ, പിന്നെ എന്താണ്, നമ്മൾ ഇവിടെ നിന്ന് ബസ് കയറിയിട്ട് ചീഫ് കട്ട് മാർക്കറ്റിൽ പോയിരുന്നു. ചീപ്പ് കട്ട് മാർക്കറ്റിൽ പോയിരുന്നു. അപ്പം അവിടെ എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ഭയങ്കര തിരക്കായിരുന്നു. എൻ്റെ ഇടയ്ക്ക് മഴയും പെയ്തിരുന്നു. അപ്പോൾ ഭയങ്കര തിരക്കൊക്കെ ആയതുകൊണ്ട് എനിക്ക് പിന്നെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ വേറെ എവിടെയും പോയില്ല. പോകണം എന്ന് വിചാരിച്ചപ്പോഴും സമയമൊക്കെ ഭയങ്കരമായിട്ട് പോയി. അങ്ങോട്ട് പോയപ്പോൾ തന്നെ എന്താ ഒരു 1.5 മണിക്കൂറൊക്കെ പോയി. അങ്ങോട്ടും ഇങ്ങോട്ടും 1.5 മണിക്കൂർ. നമ്മൾ 3 മണിക്ക് എങ്ങാണ്ട് ഇറങ്ങിയെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങോട്ട് വന്നിട്ട് 4 മണിയായി. പിന്നെ അവിടെ നിന്ന് ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ എങ്ങാണ്ടും 1 മണിക്കൂർ 1.5 മണിക്കൂർ എങ്ങാണ്ട് നിന്നോളൂ തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ബസ് വരാൻ വേണ്ടിയിട്ടൊരു 6 മണി വരെ നിൽക്കേണ്ടി വന്നു ബസ് സ്റ്റാൻഡിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ്, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എന്താണ് നമ്മളിവിടെ എത്തിയത്. 7:30 ആയപ്പോൾ എത്തി. എന്നിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ കയറി. ഫുഡ് കഴിച്ചു. ഇനി പറഞ്ഞിരിക്കുകയാണ്. പിന്നെ നാളത്തെ വീഡിയോസൊക്കെ എല്ലാം നാളെ ഒന്നും നമ്മൾ ഇവിടെ എത്തും പോകുന്നില്ല. ഇനി നാളത്തെ ട്രെയിനിൽ കയറിയിട്ട് തിരിച്ചു വരും. ഗൈസ്, നമ്മളപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട് നമ്മുടെ റൂമിൽ. ഞാനൊക്കെ കുളിച്ച് ഇതൊക്കെ കുളിക്കാണ്ട് കിടക്കാന്നൊക്കെയാണ് വിചാരം. എന്തായാലും കുളിക്കണം. അപ്പൊ ഞങ്ങളിപ്പോ TV കാണാൻ വേണ്ടിട്ട് എല്ലാ ചാനലും സബ്സ്ക്രൈബ് ഒന്നുമില്ല. അതുകൊണ്ട് ആ ചാനലിനോട് എന്താന്ന് ചോദിക്കാൻ വേണ്ടിട്ട് പോവാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വന്ന് കാണാം. ഞങ്ങൾ മാർക്കറ്റിലും പോയായിരുന്നു. അവിടുത്തെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവിടെ അമ്മാതിരി തിരക്കായിരുന്നു. അവിടുന്ന് കുറെ സാധനങ്ങളൊക്കെ മേടിച്ച്, ഉടുപ്പ് മേടിച്ച്, കമ്മൽ മേടിച്ച്, ചെരുപ്പ് മേടിച്ച്. ചെരുപ്പ് ഇപ്പൊ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറയാൻ വിട്ടുപോയതാണ്, ഇത്രയും നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതല്ലേ, ഞങ്ങൾക്ക് വേണ്ടി 1 ലൈക്ക് സബ്സ്ക്രൈബ് എങ്കിലും ചെയ്യാൻ പാടില്ലേ? എന്തല്ല, പ്ലീസ് സബ്സ്ക്രൈബ് അടിക്ക്, ബെല്ലൈക്കൺ ചെയ്യ്, ലൈക്ക് അടിച്ചു പൊട്ടിക്ക്. ഹായ്, അപ്പൊ നമ്മള് പോവാൻ പോണ്ട. എവിടെ എവിടെയെന്നാ? നമ്മള് TV നന്നാക്കാൻ സ്ഥലത്ത് പോവാം. നമ്മള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞായിരുന്നേ.
നാളെ ദേവകച്ചിയുടെ എക്സാം ആണ്. അപ്പം നമ്മള് നാളെ കൊണ്ടുവിട്ടിട്ട് ദേവകച്ചിനെ കൊണ്ടുവിട്ടിട്ട് നമ്മൾ കറക്കാൻ പോവും. സുഖിക്കും, അടിച്ചു പൊളിക്കും, എല്ലാം ചെയ്യും. ഇതൊക്കെ വിചാരിക്കുന്നു അത്രയാണെന്ന് ആർക്കറിയാം. ഇനി അവസാനം എന്തെങ്കിലും ഒതുക്കി വിടും. ഓക്കെ, സോ അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രേ എടുക്കുന്നുള്ളൂ. ഇപ്പൊ ഏകദേശം രാത്രി ഒരു 9:30 കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ബട്ട് അറിയാൻ പാടില്ല, നമ്മൾ വീണ്ടും എടുക്കും ഇന്ന് തന്നെ. ചിലപ്പെങ്കിൽ ഇനി എല്ലാ ദിവസവും ഇങ്ങനത്തെ വീഡിയോ കാണാൻ നോക്കാം. ഞങ്ങൾ ഇനി ടൂർ പോകുമ്പോ എല്ലാം വീഡിയോ എടുക്കാം. ഓക്കെ, ബൈ ബൈ, സീ യു, ടാറ്റാ. ഹായ് ഗൈസ്, നമ്മളിപ്പോ ഉച്ചയുടെ എക്സാമിന് രാവിലെ എണീറ്റ് പോവാണ്. അതായത് ലിഫ്റ്റൊക്കെ എത്തിയിട്ട് നമുക്ക് ഇതിനകത്ത് കാണാം. ഞാൻ കൂട്ടാൻ സാധിക്കും. അടങ്ങട്ടെ. നമ്മള് ഇപ്പൊ കോഫി കുടിക്കുവാണ്. Hi guys. നമ്മളിപ്പോ മസാല ദോശ നെയ്റോസ്റ്റാണ് കഴിക്കുന്നത്. ഒരു പ്രത്യേക സാമ്പാറുണ്ട്. ഈ നെയ്റോസ്റ്റിൻ്റെ കൂടെ ഈ സാമ്പാർ കഴിച്ചാൽ മധുരമാണ് തോന്നുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ മുട്ടക്കറി മേടിച്ചിട്ടുണ്ട്. ചമ്മന്തിയുടെ കൂടെ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മുട്ടക്കറി ഉപയോഗിച്ചാണ് കഴിക്കണം. ചോലെ ഭട്ടോരയുണ്ട്. ഹായ് ഗൈസ്, ഗുലാബ് ജാമുൻ ആണ്. സെറ്റപ്പ് സാധനം കേട്ടോ. ഇത് മാംഗോ ജെല്ലി ഡ്രിങ്ക്. മറ്റേ ഒരു മാംഗോയുടെ ഉള്ളിൽ ജെല്ലി മിഠായി ഉള്ളതാ. അത് എനിക്ക് വലിയ ഇഷ്ടമില്ല. ഇപ്പൊ എത്ര 12 മണി ആവാറായല്ലേ? നീ കുടിച്ചോ, കുടിച്ചു നോക്ക്. അത്യാവശ്യം തണുത്താണെങ്കിലാ എന്താ കത്താണെങ്കിൽ ഇത് തണുത്താണെങ്കിൽ ഹായ് ഒന്നും പറയണില്ലേ? ഹായ്. നിങ്ങൾ ഇതുവരെ ഉപയോഗിക്കാത്തൊരു സാധനം ഇതള് പോലെയില്ലേ ഇരിക്കണ കുറെ സ്റ്റിക്കുകളാണ് എന്ന് വെച്ചാൽ പരന്നത്. അപ്പൊ ഇത് ഞാൻ നോക്കിയിട്ട് ഹലോ ഗൈസ്, നമ്മളിപ്പോൾ കബാബാണ്. നമ്മള് ഉച്ചക്ക് വരെ കടയിൽ ഉച്ചക്കല്ല രാവിലെ വരെ കടയിൽ നമ്മൾ ഗുലാബ് ജാമുനും കഴിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ കബാബ് കഴിക്കണം. നമ്മുടെ വിശാലം കെട്ടി ചിക്കൻ റൈസ് അങ്ങനത്തെ കഴിക്കണം. നല്ല ടേസ്റ്റാണ്. ഹായ് ഗൈസ്, നമ്മളിപ്പോൾ നൂഡിൽസ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. നൂഡിൽസ് കഴിക്കുകയാണ്. സോസുമായിട്ട് മിക്സ് ചെയ്യുകയാണ്. അതിനോട് കൂടെ തന്നെ കബാബും ഉണ്ട്. പൊളിയുണ്ടോ?
എന്തൊക്കെയൊക്കെയോ കഴിക്കുന്നത് നല്ലതാണത്. കുഴപ്പമില്ല. ഹായ് ഗായ്സ്, നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലാണ്. തിരിച്ചു പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് നേരം വന്നിട്ട് ഞങ്ങൾ ഫ്രൂട്ടി കുടിച്ച് എന്നിട്ട് ഇപ്പം തന്നെ ട്രെയിൻ വരും. ഇപ്പം സമയം 4:18 52-ന് ട്രെയിൻ വരും. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഇവിടെ ഞാൻ ബാംഗ്ലൂർ വന്നിട്ട് തന്നെ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാക്കേനെ കാണുന്നത്. ഇവിടെ കുറേ പ്രാവുണ്ട് കേട്ടോ. ഫുള്ള് പരുന്താ കാക്കേനെ പോലെ ഉറങ്ങണേ. ഇപ്പോൾ വരെ ഇവിടെ പരുന്ത് ഉറങ്ങുന്നുണ്ട്. പരുന്തിൻ്റെ കൂട്ടാൻ തന്നെ ഉണ്ട് കേട്ടോ ഗൈസ്. അത് വേറെ കാര്യം. അപ്പം നമ്മളെന്തായാലും പോകാൻ പോവാണ്. ഇനി ട്രെയിനിൽ വെച്ച് കാണാം. ബൈ ഗൈസ്. അപ്പം നമ്മൾ പിടിക്കുന്നത് ഇവിടെ ഡാർക്ക് ഫാൻറ്റസിയുടെ ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് ആണ് കേട്ടോ. ரொம்ப ടേസ്റ്റി ആണ് കേട്ടോ. ടേസ്റ്റി ആണ്. ഭയങ്കര ടേസ്റ്റി ചോക്ലേറ്റ് ആണ്. നല്ല ടേസ്റ്റി നല്ല ടേസ്റ്റി. നിങ്ങളിത് കുടിച്ചു പോകണം. വെറും 30 രൂപയുള്ളൂ. ചിലവരൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ചിലവരൊക്കെ പറ്റിക്കും. ഈ സാധനത്തിന് 100 രൂപയാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഇപ്പം ഏകദേശം ഇപ്പം നമ്മൾ ട്രെയിനിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. 4:50 ട്രെയിൻ. ഇവിടെ കാണത്തില്ലല്ലേ ഗൈസ്. നമ്മളിപ്പോൾ ട്രെയിനിലാണ്. നമ്മളിപ്പോൾ കയറാൻ പോവാണേ. AC ആണ്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 5:30 ആയപ്പോഴേക്കും വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. 4:30 ആയപ്പോഴേക്കും ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഒരു ഊബർ വിളിച്ച് ഇങ്ങോട്ട് വന്നായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു ബാംഗ്ലൂരിൻ്റെ വ്ളോഗ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.